റംസാൻ നോമ്പ് തുടങ്ങി. ഗാസ നിവാസികൾ നോമ്പ് അനുഷ്ഠിക്കുന്നുമുണ്ട്. പക്ഷെ നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ ഒരിറ്റു വെള്ളമോ ഭക്ഷണമോ കിട്ടാത്തൊരവസ്ഥ. പട്ടിണി ഗാസയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. പോഷണം കിട്ടാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ മരണത്തിനിരയായിക്കൊണ്ടിരിക്കുന്നു. WHO മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിർജ്ജലീകരണം കാരണവും അതുപോലെ തന്നെ പോഷകക്കുറവ് കാരണവും കുട്ടികളുടെ കൂട്ടമരണം വരും നാളുകളിൽ ഉണ്ടാകുമെന്നുള്ളത്. ഇപ്പോൾ അവിടെ കാണുന്ന കാഴ്ചകൾ പച്ചപ്പുല്ലും കാലിത്തീറ്റയും തിന്ന് ജീവൻ നിലനിർത്തുന്ന കാഴ്ചകളാണ്. സഹായഹസ്തവുമായി എത്തുന്നവർക്കെതിരെ ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിടുന്നുമുണ്ട്. UN-ന്റെ സഹായ വാഹനങ്ങൾ പോലും ഇസ്രയേൽ കടത്തിവിടുന്നില്ല. ഗാസയുടെ ഈ ഒരു ഭക്ഷണക്ഷാമം പരിഹരിക്കാൻ അമേരിക്ക കഴിഞ്ഞ ആഴ്ച ഭക്ഷണ സാധനങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്യുന്ന പദ്ധതി തുടങ്ങിയിരുന്നു. പക്ഷെ അത് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു കൂടുതൽ ചെയ്തത്. എന്ന് പറയുമ്പോൾ വിമാനത്തിൽ നിന്നും താഴേക്കിട്ട ഭക്ഷണ പാക്കറ്റുകൾ വീണ് 2 പലസ്തീനുകൾ മരണപ്പെടുകയുണ്ടായി. അമേരിക്ക ഗാസയെ സഹായിക്കുന്നു എന്ന് ഗ്ലോബലി അറിയിക്കണം. അതിനായിട്ടാണ് ഇപ്പോൾ അവിടെ സഹായത്തിനായിട്ട് പോർട്ട് നിർമ്മിക്കുമെന്നുള്ള ബൈഡന്റെ പരസ്യ പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. ഇവിടെ തുറമുഖം നിർമ്മിക്കുന്നതിന് US-ന്റെ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും നിർമ്മാണമൊക്കെ നടക്കുന്നത്. ഇവിടെ അമേരിക്കയെ സഹായിക്കാൻ വേണ്ടിയിട്ട് UK-യും അതുപോലെ യൂറോപ്യൻ യൂണിയന്റെയും അതുപോലെ UAE-യുടെയും സഹായം ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടാവും, തീർച്ചയാണ്. സംശയങ്ങൾ തോന്നാം. പണ്ട് കുവൈറ്റിൽ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിച്ചതുപോലെ ഇവിടെയും അത്തരത്തിലുള്ള പദ്ധതികളാണോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. പക്ഷേ ഒരു US സൈനികൻ പോലും പണി പൂർത്തിയായതിനു ശേഷം, അതായത് പോർട്ടിന്റെ പണി പൂർത്തിയായതിനു ശേഷം അവിടെ കാല് കുത്തില്ല എന്ന് അമേരിക്ക ഉറപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ ഉദ്ദേശം എന്താണ്? ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അമേരിക്ക സഹായം ഗാസയ്ക്ക് ചെയ്തു കൊടുക്കുന്നു എന്ന് കാണിക്കുക മാത്രമാണ്. അതിനപ്പുറം ഒരു ഉദ്ദേശം നിലവിൽ ഇല്ല. കാരണം ഇസ്രയേലിന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടെന്നുള്ള വിമർശനങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിലും അല്ലെങ്കിൽ അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ ഒരു വിമർശനങ്ങൾ മാറ്റാനും കൂടിയാണ് അമേരിക്കയുടെ സഹായഹസ്തം. തുറമുഖ നിർമ്മാണത്തിന് വേണ്ടി 60 ദിവസം വരെ എടുക്കാൻ സാധ്യതയുണ്ടെന്ന് വൈറ്റ് ഹൗസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷേ ഓരോ ദിവസവും ഗാസയുടെ അവസ്ഥ വളരെ മോശമാകുന്ന സാഹചര്യമാണ് കാണുന്നത്. ഒരു തരത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് എന്നുള്ള ലക്ഷ്യമാണ് അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത്. അമേരിക്ക ഇപ്പോഴും ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ ഇസ്രയേലിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുമുണ്ട്. പിന്നെ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്ക ഒന്നും ചെയ്യാതിരിക്കുന്നില്ല എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ വേണ്ടി ആണ് ഇപ്പോഴുള്ള തുറമുഖ നിർമ്മാണം. അമേരിക്ക തുറമുഖം നിർമ്മിച്ച് വരുമ്പോഴേക്കും ഗാസയിലെ മണ്ണിൽ പട്ടിണി മരണം കൂടും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ റഫ ബോർഡർ വഴി ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ എന്തായാലും ഇസ്രയേൽ സമ്മതിക്കില്ല. അതിനാലാണ് അമേരിക്കയുടെ ഈ സിപ്രസ് പോർട്ട് നിർമ്മാണം. 1000 സൈനികരുടെ സഹായത്തോടെയാണ് ഇപ്പോൾ US നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന ഫ്ലോട്ടിംഗ് പിയറിന്റെ നിർമ്മാണം നടക്കാൻ പോകുന്നത്. എന്തായാലും ലോക ശ്രദ്ധ നേടാൻ വേണ്ടിയാണെങ്കിലും അമേരിക്ക നിർമ്മിക്കാൻ പോകുന്ന തുറമുഖം എത്രയും പെട്ടെന്ന് തീർക്കുകയാണെങ്കിൽ ഗാസയിലെ മരണസംഖ്യ കുറയ്ക്കാൻ സാധിക്കും.